ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ആദ്യമായി പ്രവാചകനെ പറ്റി അറിയാനിടയായത്. അത് അമേരിക്കയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ നാസയുടെ പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ മൈക്കേൽ ഹാർട്ട് എഴുതിയ വിശ്വപ്രസിദ്ധമായ ദ ഗ്രേറ്റ് 100 എന്ന പുസ്തകം വായിക്കാനിടയായപ്പോഴാണ്. ലോകത്തെ സ്വാധീനിച്ച മഹാന്മാരായ വ്യക്തികളെ അവർ സ്വാധീനിച്ചതിൻ്റെ റാങ്കിങ് അനുസരിച്ചിട്ടാണ് മൈക്കേൽ ഹാർട്ട് അടുക്കിയത്. അതിൽ നമ്പർ 1 പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയെയും, രണ്ടാമനായി ബുദ്ധഭഗവാനെയും, മൂന്നാമതായി യേശു ക്രിസ്തുവിനെയുമാണ് ലിസ്റ്റ് ചെയ്തത്. സത്യക്രിസ്ത്യാനിയായി എനിക്ക് ഇത് തീരെ സഹിക്കാത്ത ഒരു കാര്യമായിരുന്നു. എന്തുകൊണ്ടാണ് മൈക്കേൽ ഹാർട്ട് ഇങ്ങനെ ചെയ്തതെന്ന് അറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് 100 എന്ന പുസ്തകം വാങ്ങിച്ച് ഞാൻ വായിച്ചു. അദ്ദേഹം വളരെ വിശദമായി അത് വ്യാഖ്യാനിച്ച് പറയുന്നു. ലോകത്തിൽ മറ്റുള്ള മഹാന്മാരെല്ലാം ഒന്നുകിൽ ലൗകികമായ മേഖലകളിൽ പ്രശോഭിച്ചു, അല്ലെങ്കിൽ ആത്മീയമായ മേഖലകളിൽ മതങ്ങൾ സ്ഥാപിച്ച് പ്രശോഭിച്ചു. ഒരേ സമയം ലൗകികമായ രംഗങ്ങളിലും ആത്മീയമായ രംഗങ്ങളിലും വിജയിക്കാൻ കഴിഞ്ഞ ലോക ചരിത്രത്തിൽ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. അത് പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ നമ്പർ 1 ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു മൈക്കേൽ ഹാർട്ടിൻ്റെ എക്സ്പ്ലനേഷൻ. വളരെ ശ്രദ്ധേയമായി ചരിത്രം വായിക്കുമ്പം നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു ജീവിതമാണ് പരിശുദ്ധ പ്രവാചകൻ്റേത്. പരിശുദ്ധ പ്രവാചകൻ ലോകത്തിന് വലിയ വെളിച്ചം കൊടുത്തു ഈ പ്രസ്ഥാനത്തിലൂടെ. അങ്ങനെ ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഗതി മാറ്റി എഴുതി. ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്. പക്ഷേ പ്രവാചകനെ പറ്റി പഠിക്കും തോറും എനിക്കുണ്ടാകുന്ന അത്ഭുതം വളരെ വലുതാണ്. ഈ പ്രവാചകൻ എൻ്റെയും പ്രവാചകനാണ് എന്ന് കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നു പ്രവാചകനെ പറ്റി പഠിക്കുമ്പോൾ. പരിശുദ്ധ ഖുർആൻ ഞാനൊരു 4 തവണ ഇപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ചു. പക്ഷെ ഒരു തവണ വായിച്ചിട്ട് രണ്ടാമത് പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോഴും എനിക്ക് ഒരുപാട് വെളിച്ചം കിട്ടുന്നുണ്ട്. അതായത് അതിൻ്റെ ആ സാരത്തിലേക്ക് കടക്കുമ്പോഴാണ് എത്ര ദീർഘവീക്ഷണമുള്ള ഫാർ സൈറ്റഡായ ലോയാണ് ഇസ്ലാം ഉണ്ടാക്കിയ നിയമം എന്ന് നമ്മൾ മനസ്സിലാകുന്നു. ഓരോ പ്രവാചക വാചകം വായിക്കുമ്പോഴും, ഓരോ ഹാദിത്ത് പഠിക്കുമ്പോഴും, ഓരോ സാഹചര്യത്തെ പ്രവാചകൻ നേരിട്ടത് വായിക്കുമ്പോഴും അത്ഭുതപ്പെട്ടു പോവുകയാണ്. 1400 വർഷത്തിന് മുമ്പ് വിദ്യാഭ്യാസം കാര്യമായി കിട്ടിയിട്ടില്ലാത്തൊരു പ്രവാചകൻ എങ്ങനെ ലോക ചരിത്രത്തെയും ലോകത്തിലെ നിയമത്തെയും ലോകത്തിലെ നീതിശാസ്ത്രത്തെയും വളരെ ഭംഗിയായി കൺട്രോൾ ചെയ്തു എന്നുള്ളതാണ്. പഠിക്കുന്തോറും വായിക്കുമ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് പരിശുദ്ധ പ്രവാചകൻ്റേത്. കഴിഞ്ഞ 1400 വർഷമായി ലോകത്തെ മാറ്റിമറിച്ച ഈ അത്ഭുത പ്രതിഭാസം പരിശുദ്ധ പ്രവാചകൻ്റെ മുമ്പാകെ ഞാൻ തലകുനിച്ച് പോവുകയാണ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ഞാൻ വേദപുസ്തകം മുഴുവൻ മാത്രം വായിച്ചിരുന്നെങ്കിൽ എനിക്ക് പല സത്യവും മനസ്സിലാവില്ലായിരുന്നു. പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോഴാണ് അതിൻ്റെ അന്തർരഹസ്യം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. ഞാൻ യേശുവിൻ്റെ അമ്മയായ മാതാവിൻ്റെ വലിയ ഭക്തനാണ്. പക്ഷേ മാതാവിനെ പറ്റി വിശുദ്ധ വേദപുസ്തകം എടുത്ത് വായിച്ചാൽ 7 സ്ഥലത്തെ റെഫറൻസ് ഉള്ളൂ. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ മാതാവിൻ്റെ പേരുള്ളൊരു സൂറത്തിന് കൊടുത്തിരിക്കുകയാണ്. സൂറത്ത് മറിയം, 19ാമത്തെ സൂറത്ത്. പരിശുദ്ധ ഖുർആനിൽ മാതാവിനെ പറ്റി 37 സ്ഥലത്ത് പരാമർശനമുണ്ട്. 37 റെഫറൻസസ് ഇൻ ഹോളി ഖുർആൻ. എൻ്റെ വേദപുസ്തകം എടുത്ത് വായിച്ചാൽ 7 സ്ഥലത്തെ മാതാവിനെ പറ്റി പറയുന്നുള്ളൂ. അപ്പോൾ മാതാവിൻ്റെ ഭക്തനായി എനിക്ക് മാതാവിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ വേദപുസ്തകം മാത്രം വായിച്ചാൽ പോരാ, പരിശുദ്ധ ഖുർആനും വായിച്ചേ പറ്റുള്ളൂ. മൂസാ നബി എങ്ങനെയാണ് വിക്കനായത്? വേദപുസ്തകം വായിച്ചാൽ മനസ്സിലാവുമോ? വേദപുസ്തകം വായിച്ച് മനസ്സിലാവില്ല. പരിശുദ്ധ ഖുർആനിലാണെങ്കിൽ വിശദമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ കുട്ടി പിശാച് ബാധിതനാണെന്ന് മാന്ത്രികർ വന്ന് പറഞ്ഞു ഫറവോയോട്. ഫറവോ പറഞ്ഞു, എൻ്റെ പെങ്ങളെടുത്തോളത്തെ കുട്ടിയെ ഞാനെങ്ങനെ കൊല്ലുക? നിങ്ങൾ പറഞ്ഞാൽ കൊല്ലാൻ പറ്റുമോ? ശരി, നിങ്ങൾ പിശാച് ബാധിതനെന്നല്ലേ പറഞ്ഞേ, പരിശോധിച്ച് നോക്കാമെന്ന് പറഞ്ഞു. 1 വയസ്സുള്ള മോശയെ കൊണ്ടുവന്ന് തീക്കട്ടയുടെ മുമ്പിലും സ്വർണ്ണത്തിന് മുമ്പിലും കൊണ്ടുവന്നു. അപ്പോൾ പിശാചിന് തീക്കട്ടയോട് എതിർപ്പും സ്വർണ്ണത്തോട് ആകർഷണവുമാണ്. കൊച്ചുകുട്ടി സ്വർണം പിടിക്കാൻ പോയി. മലക്ക് വന്നിട്ട് കൈ പിടിച്ചങ്ങോട്ട് മാറ്റി തീക്കട്ട എടുത്ത് കൈ വെച്ച് നാക്കിലോട്ട് വെച്ചു. കൈയും പൊള്ളിപ്പോയി, നാക്കം പൊള്ളിപ്പോയി. മോശ വിക്കനായി. മോശയ്ക്ക് വടി ശരിക്ക് പിടിക്കാനുള്ള കപ്പാസിറ്റി പോയി ഈ കൈ പൊള്ളിയത് കാരണം. ഞാൻ വേദപുസ്തകം മാത്രം വായിച്ചു വെച്ചാൽ മോശയുടെ വിക്ക് എങ്ങനെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഞാൻ വേദപുസ്തകത്തിനോടൊപ്പം പരിശുദ്ധ ഖുർആനും വായിക്കുമ്പോഴാണ് രഹസ്യം മനസ്സിലാവുന്നത്. അപ്പോൾ നല്ലൊരു ക്രിസ്ത്യാനിയാവാൻ വേണ്ടി വേദപുസ്തകത്തോടൊപ്പം ഞാൻ പരിശുദ്ധ ഖുർആനും വായിക്കുന്നു. അപ്പോഴെനിക്ക് ഓരോ സംഭവവും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നു. എന്താണ് ഈ സംഭവത്തിൻ്റെ സാരാംശം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുകൊണ്ട് പരിശുദ്ധ പ്രവാചകനും പരിശുദ്ധ ഖുർആനും മുസ്ലിങ്ങൾക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങളൊക്കെ മറ്റു മതക്കാർ അക്കാഡമിക് യൂണിവേഴ്സിറ്റി വായിച്ചു തുടങ്ങി ഇതിൽ എനാമോഡായി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ പ്രവാചകനും പരിശുദ്ധ ഖുർആനും ലോകത്തെ മാറ്റിമറിച്ച അത്ഭുതം.
2001-2002 ബംഗാൾ ഫാമൈൻ ഉണ്ടായി. ആയിരക്കണക്കിന് ആളുകൾ ഈയാമ്പാറ്റകളെ പോലെ ചത്തു വീഴുകയാണ്. മദർ തെരേസ അമേരിക്കയിലെ പണക്കാർക്ക് എഴുതി, നിങ്ങളിങ്ങനെ കോടീശ്വരന്മാരായി ഇരിക്കുമ്പോൾ ഇവിടെ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ എന്ത് ക്രിസ്തുമതമായി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. മദർ തെരേസയുടെ റിക്വസ്റ്റിൻ്റെ ഭാഗമായി അവർ 2 കപ്പൽ നിറച്ച് 1 കപ്പൽ ഗോതമ്പും 1 കപ്പൽ പാൽപ്പൊടിയും അയച്ചു കൊടുത്തു കൽക്കട്ട തുറമുഖത്തേക്ക്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ആ പാൽപ്പൊടിയൊക്കെ എടുത്തിട്ട് മദർ തെരേസയുടെ ആശ്രമത്തിൽ മഠത്തിൽ കൊണ്ടു കൊടുത്തു. മദർ തെരേസ അതെല്ലാം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു കന്യാസ്ത്രീ ഓടി വന്നു. മദറെ, ഇതുകൊണ്ട് കാണുന്ന മുസ്ലിം കുടുംബത്തിൽ 3 ദിവസമായി ആഹാരം പാചകം ചെയ്തിട്ട് പട്ടിണി കിടക്കുകയാണെന്നോ. മദർ ഉടനെ 5 കിലോ ഗോതമ്പും 2 കിലോ പാൽപ്പൊടി എടുത്ത് പെട്ടെന്ന് ആ വീട്ടിൽ ചെന്നു. ഉമ്മയുടെ വീട്ടിൽ 2-3 ദിവസമായിട്ട് പട്ടിണിയാണെന്നും കേൾക്കുന്നു. ഈ ഒരു 5 കിലോ ഗോതമ്പും 2 കിലോ പാൽപ്പൊടിയും വെച്ചോ, പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കി ഭർത്താവിനും മക്കൾക്കും കൊടുക്കണമെന്നത്. ആ സ്ത്രീ പറഞ്ഞു, മദറെ ഒന്നിരിക്കാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ സ്ത്രീ ഒരു സഞ്ചിക്കകത്ത് എന്തോ എടുത്തുകൊണ്ട് മുറ്റത്തിയാടി. കുറച്ച് കഴിഞ്ഞ് സഞ്ചിയില്ലാതെ തിരിച്ചു വന്നു. മദർ തെരേസ ചോദിച്ചു, എന്താ ഉമ്മയെ കാണിച്ചേ? ഉമ്മ പറഞ്ഞു, എൻ്റെ മദറെ, എൻ്റെ വീട്ടിൽ പാചകം ചെയ്തിട്ട് 3 ദിവസമായി. പക്ഷേ എൻ്റെ തൊട്ടപ്പുറത്തെ വീട് ഒരു ഹിന്ദുവിൻ്റെ വീടാണ്. അവിടെയും ഞങ്ങളെപ്പോലെ 3 ദിവസമായി ആഹാരം പാചകം ചെയ്തിട്ട്. അതുകൊണ്ട് മദർ എനിക്ക് തന്ന 5 കിലോ ഗോതമ്പിൻ്റെ പകുതിയും മദർ എനിക്ക് തന്ന 2 കിലോ പാൽപ്പൊടിയുടെ പകുതിയും ഞാൻ അപ്പുറത്തെ ഹിന്ദു വീട്ടിൽ കൊടുത്തു. പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ തിരിച്ച് വന്നതാണ് മദർ എന്നത്. മദർ തെരേസ സർട്ടിഫിക്കറ്റ് എഴുതിയിരിക്കുകയാണ്. പരിശുദ്ധ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ച ഈ പരസ്പര സഹകരണം ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. ആ മുസ്ലിമിൻ്റെ ഉമ്മ കാണിച്ചത് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വരൾച്ചയുണ്ടായി, ഫാമൈൻ ഉണ്ടായി, പട്ടിണി മരണങ്ങളുണ്ടായി. ഇസ്ലാം ഭരിച്ച ഒരു രാജ്യത്തിലും പട്ടിണി മരണം ഉണ്ടായില്ല. സൗദി അറേബ്യയിലോ നോർത്ത് ആഫ്രിക്കൻ കൺട്രീസിലോ ഒന്നും പട്ടിണി മരണമില്ല. കാര്യം പട്ടിണി മരണം ഇല്ലാത്തത് ഈ ഭക്ഷണം വിതരണം നടത്തുന്ന ഒരു സമ്പ്രദായം കൊണ്ടാണ്. ഞാൻ സൗദി അറേബ്യയിൽ പോയി. സൗദി അറേബ്യയിൽ ചെന്ന് എന്നെ കൊണ്ടുപോയ സംഘടനക്കാർ എന്നെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും. കുറേ ആളുകൾ ഇങ്ങനെ വന്നിട്ട് കൈ നീട്ടുന്നു. അപ്പോൾ ഇയാൾ എന്തൊക്കെ സാധനം കൊടുക്കും. ഞാൻ ചോദിച്ചത് എന്ത് സംഭവം? അദ്ദേഹം പറഞ്ഞു, സൗദി അറേബ്യയിലെ ഏത് കടയിൽ ഏത് ഹോട്ടലിലും ഞാൻ പട്ടിണിയാണെന്ന് പറഞ്ഞ് ചെന്നാൽ അവർ സൗജന്യമായിട്ട് ആഹാരം കൊടുക്കും. മിക്കവാറും മലയാളികളായിരിക്കും വാങ്ങിക്കുന്നത്, അത് വേറെ കാര്യമെങ്കിലും കൈ നീട്ടി ഫ്രീ ഫുഡ് കിട്ടാം. ലോകത്തിലെ വേറെ ഏതെങ്കിലും രാജ്യത്ത് ഫ്രീ ഫുഡ് കിട്ടും. ഹോട്ടലിന് മുമ്പിൽ ചെന്ന് ഫ്രീ ഫുഡ് ചോദിച്ചാൽ അവൻ ചായ കോരി നമ്മുടെ തലയ്ക്ക് ഒഴിച്ചു തരും. അതാണ് സംഭവം. വളരെ കൃത്യമായിട്ട് സംഭവം ഇത് ഫ്രീ ഫുഡ്. ഞാൻ അമ്പരന്ന് പോയി സൗദി അറേബ്യയിലെ ഹോട്ടലിൽ. ഇത് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ പട്ടിണി മരണം ഉണ്ടാകാത്ത, ഫാമൈൻ ഉണ്ടാകാത്ത, എല്ലാ മതക്കാർക്കും തുല്യ പ്രാധാന്യം, മനുഷ്യനായി ജീവിക്കാനുള്ള അവസരം. ഇത് ഇസ്ലാമിൻ്റെ അത്ഭുതകരമായ ഫിലോസഫിയാണ്. ഇസ്ലാമിൽ എന്നെ അടുത്ത് അമ്പരപ്പിക്കുന്നത് സ്ത്രീ സംരക്ഷണമാണ്. ലോകത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം കിട്ടിയത് ഇസ്ലാമിക സമൂഹങ്ങളിലാണ്. പരിശുദ്ധ പ്രവാചകൻ നിയമം ഉണ്ടാക്കി എന്താണ്? സ്വത്ത് വീതിക്കുമ്പം ആൺകുട്ടിയുടെ പകുതി സ്വത്ത് പെൺകുട്ടി കൊടുത്തിരിക്കണം. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇതെന്ത് പരിപാടിയുടെ, ആണുങ്ങളുടെ പകുതിയല്ലേ പെണ്ണുങ്ങൾ കൊടുത്തു തന്നു. പക്ഷേ ലോകത്തിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം പരിശുദ്ധ പ്രവാചകന് മുമ്പ് ആരും കൊടുത്തിട്ടില്ല എന്നുള്ള മനസ്സിലാക്കണം. ഒറ്റ സമൂഹത്തിൽ പോലും സ്ത്രീക്ക് സ്വത്തവകാശമില്ല. പ്രവാചകനാണ് ആദ്യമായി സ്വത്തവകാശം കൊടുത്തത്. സ്വത്തവകാശം കൊടുക്കുമ്പോൾ ലോകത്തിൽ ഒരു രാജ്യത്തിനും ഇല്ലാത്തവരുടെ സ്വത്തവകാശം ഇസ്ലാമിക സ്ത്രീക്ക് കിട്ടി. യൂറോപ്പിലൊക്കെ സ്വത്തവകാശം മാത്രമേ കിട്ടൂ, അപ്പൻ്റെ സ്വത്തിൽ മാത്രമേ അവകാശം കിട്ടൂ, വേറെ സ്വത്തിന് അവകാശം കിട്ടില്ല. ഇന്ത്യയിലെ അപ്പൻ്റെ സ്വത്തിന് അമ്മയുടെ സ്വത്തിന് അവകാശം കിട്ടും. പക്ഷേ പരിശുദ്ധ പ്രവാചകൻ എന്ത് ചെയ്തു? പിതൃസ്വത്തവകാശം, മാതൃസ്വത്തവകാശം, ഭ്രാതൃസ്വത്തവകാശം, പുത്രസ്വത്തവകാശം. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ആൺകുട്ടി മരിച്ചാൽ അവൻ്റെ സ്വത്തിൻ്റെ 1/6 അമ്മയ്ക്ക് കിട്ടും. ആ അമ്മ മരുമോടെ മുമ്പിൽ തണ്ടിക്കൊണ്ട് നടക്കണ്ട, മോൻ്റെ സ്വത്തിൻ്റെ 1/6 അപ്പം തന്നെ അമ്മയ്ക്ക് കിട്ടും. പുത്രസ്വത്തവകാശം ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ, ലോകത്ത് ഒരിടത്തും വേറെ ഇല്ല. അപ്പോൾ അങ്ങനെ 4 സ്വത്തവകാശം സ്ത്രീക്ക് കിട്ടി. പിന്നെ വളരെ ശ്രദ്ധേയമായിട്ട് പ്രവാചകൻ സ്ത്രീകൾക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ്. ലോകത്തിലെ എല്ലാ സമൂഹത്തിലും കല്യാണം കഴിക്കുമ്പം സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പുരുഷൻ്റെ വീട്ടിലേക്ക് സ്ത്രീധനം പോയിക്കൊണ്ടിരുന്നു. പ്രവാചകൻ പറഞ്ഞു, പറ്റില്ല, ആ പെൺകുട്ടിയെ നല്ല പെൺകുട്ടിയായി വളർത്തിക്കൊണ്ടുവന്നതിന് അങ്ങോട്ട് മൊഹർ കൊടുത്തിട്ട് വേണം കല്യാണം കഴിക്കാൻ. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒരു 6 പെൺമക്കളുള്ള ഒരു അമ്മയുണ്ടെങ്കിൽ അവൾ ഇസ്ലാമിലെ ആ ദേശത്തെ ഏറ്റവും പണക്കാരിയാണ്. കേരളത്തിലെങ്ങാണ് ഒരു സ്ത്രീക്ക് 6 പെൺമക്കളുണ്ടെങ്കിൽ തൂങ്ങിച്ചാവുകയല്ലാതുള്ള മാർഗ്ഗം ഉണ്ടോയെന്ന് സംശയമാണ്. അപ്പോൾ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കുമ്പോൾ ഒരു മൊഹറും കിട്ടും,
സ്വത്ത് വീതം വെക്കുമ്പോൾ പകുതി സ്വത്തും കിട്ടും. അപ്പോൾ മൊഹറും ഈ പകുതി സ്വത്തോടെ കൂട്ടുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിൽ ആൺകുട്ടി കിട്ടിയതിനേക്കാൾ സ്വത്ത് കൂടുതലാണ് പെൺകുട്ടിക്ക്. മൊഹറും പ്ലസ് പകുതി സ്വത്തും കൂടി. കേരളത്തിൽ മാത്രം പ്രവാചകനേക്കാൾ ബുദ്ധിയുള്ള ചില ആശാന്മാരുണ്ട്. ഒരു ചെറിയ മൊഹർ അങ്ങോട്ട് കൊടുത്തിട്ട് 10 ഇരട്ടി സ്ത്രീധനം ഇങ്ങോട്ട് വാങ്ങിക്കും. സ്ത്രീധനം വാങ്ങിക്കുന്നതൊന്നും ഇസ്ലാമല്ല, ഞാൻ പഠിച്ച ഇസ്ലാമല്ല. ഇസ്ലാമിന് സ്ത്രീധനം പറ്റിയല്ല. കല്യാണം കഴിക്കുമ്പോൾ മൊഹറും കൊടുക്കണം, അതിനുശേഷം സ്വത്ത് വീതം വെക്കുമ്പോൾ പകുതി സ്വത്തും കിട്ടും. അപ്പോൾ മൊഹറും പകുതി സ്വത്തോടെ കൂട്ടുമ്പോൾ ആൺകുട്ടിക്ക് കൂടുതൽ സ്വത്താണ് പെൺകുട്ടി കിട്ടുന്നത്. ഇനി ആ പെൺകുട്ടിക്ക് കിട്ടുന്നത് തന്നെയല്ല, പെൺകുട്ടിയെ വളർത്തുന്നത് വലിയൊരു ഭാഗ്യമായി പ്രവാചകൻ വിവരിച്ചിരിക്കുകയാണ്. ഞാൻ പ്രവാചകൻ്റെ ഹാദിത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ ഏതെല്ലാം. പ്രവാചകൻ 6 എണ്ണം പറഞ്ഞു. ആദ്യം പറഞ്ഞത് രോഗികളെ ശുശ്രൂഷിക്കുക, 2 അപ്പനമ്മയെ ശുശ്രൂഷിക്കുക. 3ാമത് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ 3 പെൺമക്കളെ വളർത്തി നല്ല കന്യകമാരാക്കി ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചാൽ അതിനാൽ മാതാവും പിതാവും സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. ഞാൻ ഉടനെ എൻ്റെ ഭാര്യയെ വിളിച്ചു. ഭാര്യ, നമ്മൾ സ്വർഗത്തിൽ പോകും. ഭാര്യ വെച്ച് അതെങ്ങനെ അറിയാം? താങ്കളുടെ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് 3 പെൺമക്കളാണ്, ആ മക്കളില്ല. നമ്മൾ 3 പെൺമക്കളെ വളർത്തി നല്ല കന്യകളായ ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചില്ലേ? പ്രവാചകൻ താണ്ട് പറഞ്ഞിരിക്കും നമ്മളുണ്ട് സ്വർഗത്തിൽ പോകുന്നു. ഭാര്യ ചിരിയോടെ ചിരി. പക്ഷേ ആ പ്രവാചകൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാക്കണം. ലോകത്തിൽ എവിടെയെങ്കിലും പെൺകുട്ടിയെ വളർത്തുന്നത് ഭാഗ്യമാണെന്ന് ലോകത്തിൽ ആരെങ്കിലും വേറെ പറഞ്ഞിട്ടുണ്ടോ? പ്രവാചകൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പെൺകുട്ടി ജനിച്ചാൽ ഉടനെ ശാപം എന്നായിരുന്നു അറബികൾ പോലും വിശ്വസിച്ചിരുന്നത്. അവർ പെൺമക്കളെ കൊണ്ടൊന്ന് മരുഭൂമി കൊണ്ട് കുടിച്ചിടുമായിരുന്നു. പെൺമക്കളെ ലോകത്തിൽ എല്ലായിടത്തും ഗർഭത്തിലുണ്ടാകുന്ന കുട്ടിയെ ഗർഭത്തിൽ വെച്ച് കൊല്ലും പെണ്ണാണെന്ന് കണ്ടു കഴിഞ്ഞാൽ. ഇതായിരുന്നു അവസ്ഥ. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, പെൺകുട്ടിക്ക് ജന്മം നൽകി പെൺകുട്ടിയെ വളർത്തി നല്ല കന്യകളാക്കി ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചാൽ, 3 പേരെ ഏൽപ്പിച്ചാൽ സ്വർഗം ഉറപ്പെന്നാണ്. പെൺകുട്ടികളെ വളർത്തുന്നത് സ്വർഗത്തിന് കാരണമാണെന്ന് ലോകത്തിലാകെ പറഞ്ഞത് പരിശുദ്ധ പ്രവാചകനാണ്. വേറെ ആരും അത് പറഞ്ഞിട്ടില്ല. പെൺകുട്ടികളെ വളർത്തുന്നത് സ്വർഗം കിട്ടാൻ ഒരു മാർഗമാണ്. പെൺകുട്ടികളെ സംരക്ഷിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായി പ്രവാചകൻ അതിൻ്റെ വലിയ വശം പറഞ്ഞു. അതിലെന്താണ്? സ്ത്രീയുടെ ഡ്രസ്സ് ഫിക്സ് ചെയ്തു. ലോകത്തിലെല്ലായിടത്തും സ്ത്രീക്ക് മാറ് മറയ്ക്കാൻ വയ്യ. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് മാറ് മറയ്ക്കാൻ വയ്യ. യൂറോപ്പിലെ സ്ത്രീകൾക്ക് കാല് മറയ്ക്കാൻ പാടില്ല, കാല് പുറത്തായിരിക്കണം, എല്ലാവരും കാണണം, കാല് കാണണം. കേരളത്തിലെ ഇന്ത്യയുടെ പല ഭാഗത്തും സ്ത്രീകൾക്ക് മാറ് മറയ്ക്കാൻ പാടില്ല. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, സ്ത്രീയെ അവളുടെ പ്രൈവസി കംപ്ലീറ്റ് സംരക്ഷിക്കുന്ന രീതിയിൽ പർദ്ദയ്ക്കകത്ത് വേഷം ധരിപ്പിക്കുക. അതുകൊണ്ട് എന്തുപറ്റി? പരിപൂർണമായി വേഷം പ്രൈവസി കവർ ചെയ്യാൻ ലോകത്തിൽ ആദ്യം സാധിച്ചത് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് മാത്രമാണ്. കേരളത്തിൽ കഴിഞ്ഞ 150 വർഷമായിട്ട് സ്ത്രീകൾ മാറുമറയ്ക്കാൻ നടന്നു. പക്ഷേ മറ്റുള്ള സമുദായത്തിലെ സ്ത്രീകൾ മാറുമറയ്ക്കാൻ നടന്നപ്പോഴും കേരളത്തിൽ മറച്ചുകൊണ്ട് നടന്നത് മുസ്ലിം സ്ത്രീ മാത്രമേ ഉള്ളൂ. ഒരു രാജാവ് തടഞ്ഞില്ല. ബാക്കിയുള്ള സ്ത്രീകളെല്ലാം മാറുമറയ്ക്കാൻ നടക്കുന്നു. ഇസ്ലാമിലെ സ്ത്രീകൾ മാത്രം മറച്ചുകൊണ്ട് ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് നടക്കുകയാണ്. പ്രൈവസി സംരക്ഷിച്ചുകൊണ്ടുള്ള വേഷം ലോകത്തിൽ ആദ്യം സ്ത്രീകൾ കൊടുത്തത് പരിശുദ്ധ പ്രവാചകനാണ്. പ്രൈവസി കംപ്ലീറ്റ് സംരക്ഷിക്കാൻ പറ്റി. കേരളത്തിലെ സ്ത്രീകൾ മാറുമറയ്ക്കാൻ നടന്നു. അവസാനം ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളി എല്ലാം കൂടി വളരെ ബന്ധപ്പെട്ട് സ്ത്രീയുടെ മറച്ചു കൊടുത്തു. സ്ത്രീയുടെ മറച്ചു കൊടുത്തപ്പോൾ തന്നെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്? പുറകുവശം കീറി കീപ്പോട്ടാക്കി. ബ്ലൗസിൻ്റെ താഴെ ഒരു വള്ളി മാത്രമേ ഉള്ളൂ, പുറകുവശം മുഴുവൻ എക്സ്പോസ്ഡ്. ചേടാ, കഷ്ടപ്പെട്ട് 100 കൊല്ലം കൊണ്ട് മറച്ചു കൊടുത്തപ്പോൾ സ്ത്രീകൾ ബ്ലൗസ് എല്ലാം കൂടെ പുറകുവശത്ത് വലിച്ചു കീറി പുറകുവശം എല്ലാം പുറത്താക്കി. ഇസ്ലാമിലുണ്ടല്ലോ അന്ത പണി നടക്കുകയില്ല. പുറകുവശം കീറാനൊന്നും പറ്റിയില്ല, മുൻവശം കീറാനും പറ്റിയില്ല. ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് നടക്കാൻ പറ്റി. അങ്ങനെ ശരീരം മുഴുവൻ മറക്കാൻ ശ്രമിച്ചപ്പോൾ എന്തുണ്ടായി? സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ നിന്നു. ലോകത്തിലെല്ലായിടത്തും മൊളസ്റ്റേഷനുണ്ട്. സ്ത്രീകളിങ്ങനെ പുറവശവും മുൻവശമൊക്കെ തുറന്നു നടക്കും. കാണുന്ന പുരുഷന്മാർ കയറിയൊന്നും അള്ളും. ഇസ്ലാം സ്ത്രീയുടെ ഏത് വശം കാണാൻ പറ്റുമോ? ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അള്ളാൻ പറ്റുമോ? മാന്താൻ പറ്റുമോ? മാന്തിയാലും തുണിയുടെ പുറത്തല്ലേ മാന്താൻ പറ്റുമോ? ശരീരത്തിൽ തൊടാൻ പറ്റുമോ? ശരീരത്തിൽ തൊടാൻ പറ്റില്ല. ശരീരം കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡാണ്. അതുകൊണ്ട് മൊളസ്റ്റേഷൻ എന്നൊരു ക്രൈം ഇസ്ലാമിക രാജ്യങ്ങളൊന്നുമില്ല. മറ്റെല്ലാ രാജ്യങ്ങളിലും ബലാത്സംഗം നടക്കും, ഭയങ്കര ബലാത്സംഗം. ഇസ്ലാമിക രാജ്യത്ത് എന്താ ബലാത്സംഗം നടക്കാത്ത? ഉന്നാവോ ബലാത്സംഗം നടത്തി സ്ത്രീയെ കത്തിക്കുകയാണ്. ഹൈദരാബാദിൽ ബലാത്സംഗം നടത്തി സ്ത്രീയെ കൊന്നു, കത്തിച്ചു. അറബി ദേശത്ത് എവിടെയെങ്കിലും സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കത്തിക്കുമോ? ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് പറ്റുമോ? പറ്റുകയില്ല. കാരണം സ്ത്രീയെ തൊട്ട് കളിച്ചാൽ അവനെ പരസ്യമായിട്ട് കൊണ്ടുവന്ന് മുണ്ടുരിഞ്ഞ് നിർത്തി 50 അടിയും കൊടുത്തിട്ട് അവൻ്റെ ലിംഗം ഛേദിച്ച ശേഷം അവനെ തൂക്കിലേറ്റും. അതറിയാവുന്നതുകൊണ്ട് സ്ത്രീയെ തൊടുകയില്ല. ഇസ്ലാമിക രാജ്യങ്ങളാണ് സ്ത്രീകൾ ഏറ്റവും പ്രൊട്ടക്റ്റഡായത്.
വേറെ എല്ലാ രാജ്യങ്ങളിലും ബലാത്സംഗം നടക്കും, സ്ത്രീ കൊലപാതകം നടക്കും. ഇസ്ലാമിക രാജ്യം നടക്കുകയില്ല. ഏറ്റവും കുറച്ച് ബലാത്സംഗം നടക്കുന്ന രാജ്യം, ഏറ്റവും കുറച്ച് മോളസ്റ്റേഷൻ നടക്കുന്ന രാജ്യം ഇസ്ലാമിക രാജ്യങ്ങളാണ്. കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡാണ്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റഡാണ്. അത് പ്രവാചകനുണ്ടാക്കിയ അതിശക്തമായ വേഷവിധാനവും ജീവിതചര്യയിലുണ്ടാക്കിയ മാറ്റങ്ങളുമാണ് സ്ത്രീയെ സംരക്ഷിച്ചത്. ബലാത്സംഗത്തിൽ നിന്നും ഇതിൽ നിന്നും രക്ഷിച്ചു. ഇനി ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രവാചകൻ വരുന്നതിന് മുമ്പ് പെൺകുട്ടി ഉണ്ടായാലേ മരുഭൂമി കൊണ്ട് കുഴിച്ചിടുമായിരുന്നു. ബദർ യുദ്ധവും ഉഹൂദ് യുദ്ധവും കൂടെ കഴിഞ്ഞപ്പോഴത്തോടുകൂടി പുരുഷന്മാരുടെ എണ്ണം കുറവും സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലുമായി. അപ്പോൾ പ്രവാചകന് മനസ്സിലായി പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യത്ത് അരാജകത്വം ഉണ്ടാവും, ലൈംഗികമായ അരാജകത്വങ്ങളും വേശ്യാവൃത്തിയും ഉണ്ടാവും. അപ്പോൾ അത് തടയണ്ടേ? പ്രവാചകൻ പറഞ്ഞു, ഒരു പുരുഷന് ഒന്നിലേറെ സ്ത്രീകളെ കല്യാണം കഴിക്കാം. 5 വ്യവസ്ഥയുണ്ട്, തോന്നിവാസം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 5 വ്യവസ്ഥ വെച്ച ശേഷം ഒന്നിലേറെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചെങ്കിലും പ്രവാചകൻ, എൻ്റെ കയ്യിലിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ്റെ 4-ാമത്തെ ചാപ്റ്ററിൻ്റെ 4-ാമത്തെ ശ്ലോകം, ഒന്നിലേറെ ഭാര്യമാരുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളോടും തുല്യ സ്നേഹം പ്രകടിപ്പിച്ചിരിക്കണം. അങ്ങനെ ഒന്നിലേറെ സ്ത്രീകളോട് തുല്യ സ്നേഹം പ്രകടിപ്പിക്കാൻ പുരുഷന് അസാധ്യമായതിനാൽ ഏക ഭാര്യയാണ് ഉത്തമം. ഏക ഭാര്യയാണ് ഉത്തമം. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഏക ഭാര്യയാണ് ഉത്തമം. ആ ഏക ഭാര്യയാണ് ഉത്തമം എന്ന് പറയുന്ന നീതിശാസ്ത്രം, ആ നീതിശാസ്ത്രമാണ് ഇസ്ലാമിലെ സ്ത്രീകളെ രക്ഷിച്ചത്. ഇപ്പോൾ കേരളത്തിൽ കണ്ടോളൂ, 1000 പുരുഷന്മാർക്ക് 1058 സ്ത്രീകളാണ് കേരളത്തിൽ. ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലും 1000 പുരുഷന്മാർ 1000 സ്ത്രീകളെ കല്യാണം കഴിച്ചു. 58 സ്ത്രീകൾ എക്സസ്സാണ്. 58 സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരില്ല, 1000 പുരുഷന്മാരില്ല. ആ 58 സ്ത്രീകൾ എക്സസ് ആയത് കാരണം ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലും സ്ത്രീകളുടെ വിവാഹപ്രായം പതുക്കെ 21, 22, 24, 26. ഇപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മിക്കവാറും 26, 27 വയസ്സായിട്ടേ കല്യാണം നടക്കുള്ളൂ. കാരണം 1000 പുരുഷന്മാർക്ക് 1058 സ്ത്രീകളുള്ളതുകൊണ്ട് 1000 പുരുഷന്മാർ 1000 സ്ത്രീകളെ കെട്ടിക്കഴിഞ്ഞാൽ 58 എക്സസ്സാണ്. പക്ഷേ കേരളത്തിലെ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ആ പ്രശ്നമില്ല. ഒന്നിലേറെ സ്ത്രീകളെ ഭർത്താക്കങ്ങൾ കല്യാണം കഴിക്കുന്ന പുരുഷന്മാരുണ്ട്, പണമുള്ള പുരുഷന്മാർ. അവർ ആ 58 എക്സസിനെ അങ്ങ് അബ്സോർവ് ചെയ്തു. അപ്പോൾ 1000 പുരുഷന്മാർ 1058 സ്ത്രീകളെ കെട്ടിക്കോളും. അപ്പോൾ കല്യാണം കഴിക്കാതെ പെണ്ണുങ്ങൾ വീട്ടിൽ നിൽക്കുന്ന പ്രശ്നമില്ല. ഇസ്ലാം ആ പ്രശ്നം പരിഹരിച്ച് കേരളത്തിലെ സിറ്റുവേഷൻ ഉണ്ടാകുന്ന 1400 കൊല്ലത്തിന് പ്രവാചകൻ നിയമം ഉണ്ടാക്കി. പക്ഷേ മറ്റു സമുദായങ്ങൾക്ക് രക്ഷയില്ല. കല്യാണം കഴിക്കാതെ സ്ത്രീകൾ നിൽക്കുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് എന്തുണ്ടായി? പ്രോസ്റ്റിറ്റ്യൂഷൻ കുറഞ്ഞു. ലോകത്തിലെ മറ്റ് സമൂഹങ്ങളിലെല്ലാം പ്രോസ്റ്റിറ്റ്യൂഷനുണ്ട്. ഇസ്ലാമിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇല്ല. കാര്യം അൺമാരീഡായിട്ട് ഫ്രീ സപ്ലൈ വിമനെ കിട്ടുന്നില്ല ഇസ്ലാമിൽ. ഒരു പുരുഷൻ ഒന്നിലേറെ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നുണ്ട്. അൺമാരീഡ് വിമൻ ജീവിക്കാൻ വേണ്ടി പ്രോസ്റ്റിറ്റ്യൂഷൻ പോകുന്നൊരവസ്ഥ ഇസ്ലാമിലില്ല. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ഏറ്റവും കുറച്ച് പ്രോസ്റ്റിറ്റ്യൂഷൻ. വെരി ഫ്യൂ. നോ പ്രോസ്റ്റിറ്റ്യൂഷൻ. പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ സ്വർഗം കിട്ടത്തില്ല. വളരെ ഭംഗിയായിട്ട് അവസ്ഥയുണ്ടാക്കി. പെൺമക്കൾ ശല്യമാണെന്ന് കണ്ടതുകൊണ്ട് ഗർഭത്തിലുള്ള കുട്ടി ആണോ പെണ്ണോ എന്ന് കണ്ടെത്തിയിട്ട് കുഞ്ഞുങ്ങളെ ചിത്രം ചെയ്യാൻ തുടങ്ങി. ഇപ്പം 3 കൊല്ലം ശിക്ഷയുണ്ട്. പണ്ട് ചിത്രം ചെയ്യാൻ ഖുർആൻ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, സൂറത്തുൽ ഇസ്രത്ത് 134-ാമത്തെ 134-ാമത്തെ സൂറത്തുൽ ഇസ്രത്തിൻ്റെ 134, 135, 136 3 ആയത്തുകൾ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഗർഭത്തിലുള്ള കുഞ്ഞിന് ചെലവിനെടുക്കാൻ പറ്റുകയില്ല എന്ന് വിചാരിച്ച് കുഞ്ഞിനെ ചിത്രം ചെയ്താൽ അവളെ വാളിനിരയാക്കണം. അവൾ അള്ളാഹുവിനെതിരെ പാപം ചെയ്യുന്ന ശക്തമായ സംഭവമാണ്. ലോകത്തിലെല്ലായിടത്തും ഗർഭത്തിൽ ലിംഗനിർണ്ണയം നടത്തി കുഞ്ഞുങ്ങളെ കൊല്ലും. ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കത്തില്ല. കാരണം ലിംഗനിർണ്ണയം നടത്താൻ പറ്റിയല്ല, നടത്തിയാലും പെൺകുഞ്ഞാണെന്ന് വിചാരിച്ച് കൊല്ലാൻ പറ്റിയല്ല. അവിടെയാണ് ഇസ്ലാമിൻ്റെ നേട്ടം. സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യും. തലാഖെല്ലാം അനുവാദം കൊടുത്തു. പക്ഷെ തലാഖെല്ലാം അനുവാദം കൊടുത്തതിന് 2 വശമുണ്ട്. ട്രിപ്പിൾ തലാഖ് എന്നൊരു സാധനം പ്രവാചകൻ പറഞ്ഞിട്ടില്ല, പരിശുദ്ധ ഖുർആനിലും ഇല്ല. ഇറ്റ് ഈസ് അൺഇസ്ലാമിക്. അല്ലാതെ തലാഖ് ചൊല്ലുമ്പോൾ ആ തലാഖിനകത്ത് ഒരു സേവിങ് ഗ്രേസ് ഉണ്ട്. തികച്ചും യോജിക്കാൻ പറ്റാത്തൊരു വിവാഹം അത് ബലമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് നടന്ന് അതിനകത്ത് 498-യും 306-ഉം ഉണ്ടായി, കൊലപാതക പരമ്പരകൾ ഉണ്ടാകുന്നൊരവസ്ഥ അത് ഇസ്ലാമിൽ ഉണ്ടാവുന്നില്ല. കാരണം ഇഫ് ദേ ആർ നോട്ട് കമ്പാറ്റബിൾ ദേ ക്യാൻ സേ എ ഡൈവേഴ്സ് ആൻഡ് സെപ്പറേറ്റ് ആൻഡ് മാരി അഗെയിൻ, നോ പ്രോബ്ലം. അപ്പോൾ സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ, പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയ നിയമങ്ങൾ സ്ത്രീകളെ രക്ഷിച്ച അതിഗംഭീരമായ നിയമങ്ങളാണ്.
സ്ത്രീകളെ ഭരണാധിപത്യത്തിലേക്ക് കൊണ്ടുവന്നു. പ്രവാചകൻ്റെ കാലത്ത് തന്നെ സ്ത്രീകൾക്ക് അഡ്മിനിസ്ട്രേഷനിൽ പങ്കുണ്ടായിരുന്നു. സംസാരിച്ച് അഭിപ്രായം പറയാൻ അവകാശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായി? ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമായ ഇന്തോനേഷ്യയിലെ വനിതാ ഭരണാധികാരി 2 ഉണ്ടായി. മലേഷ്യയിൽ വനിതാ ഭരണാധികാരി ഉണ്ടായി. പാകിസ്ഥാനിൽ വനിതാ പ്രസിഡന്റ് ഉണ്ടായി. ബംഗ്ലാദേശിൽ വനിതാ പ്രസിഡന്റ് ഉണ്ടായി. ഇസ്ലാമിക രാജ്യങ്ങളിൽ എത്രയോ ഇടത്ത് വനിതാ ഭരണാധികാരികളുണ്ടായി. കാരണം വനിതകൾക്ക് മാന്യതയും സ്ഥാനവും കൊടുത്തു ഇസ്ലാമിൽ. അങ്ങനെ സ്ത്രീ വിമോചനം അത്ഭുതകരമായി പ്രവാചകൻ സാധിച്ചെടുത്തു എന്നുള്ളതാണ്. പ്രവാചകൻ വളരെ ശ്രദ്ധേയമായി ചെയ്ത ഒരു 8ാമത്തെ കാര്യമുണ്ട്. അത് ധനം കൈകാര്യം ചെയ്യുന്നുള്ള സംഭവമാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പണക്കാരനായിക്കൊണ്ടിരുന്നു, പാവപ്പെട്ടവനായിക്കൊണ്ടിരുന്നു. അതിനനുസരണമായിട്ടാണ് പണത്തിൻ്റെ ഒഴുക്ക്. പണക്കാരൻ പലിശയ്ക്ക് പണം കൊടുക്കും, പാവപ്പെട്ടവൻ എടുക്കും. അവസാനം പാവപ്പെട്ടവൻ തിരിച്ചടയ്ക്കാൻ വയ്യ, പണക്കാരൻ അവൻ്റെ വസ്തു ജപ്തി ചെയ്തുകൊണ്ട് പോകും. നിരാലംബലായ പാപ്പർ സൂട്ട് അടിച്ച് കുറേ എണ്ണം. പണക്കാരൻ പിന്നെയും പണക്കാരനാകും. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, നത്തിങ് ഡൂയിങ്. പലിശ എന്നൊരു സാധനം ഇസ്ലാമിൽ അനുവദനീയമല്ല. ഒരു ബ്ലേഡ് ബാങ്കും മുസ്ലിം നടത്താൻ ഒക്കെയില്ല. നിങ്ങൾ 100 രൂപ കൊണ്ട് ബാങ്കിലിട്ടാൽ 100 കൊല്ലം കഴിഞ്ഞ് എന്നാൽ 100 രൂപ കാണത്തുള്ളൂ. 10% പലിശയില്ല. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞ ന്യായം വളരെ കറക്റ്റാണ്. ആരാണ് പണം കൊടുക്കുന്നത്? പണം കൊടുക്കുന്നത് പണം അധികമായി കയ്യിലുള്ളവനാണ്. ആരാണ് പണം കടം വാങ്ങിക്കുന്നത്? നിർധനനായ ഒരു മനുഷ്യനാണ് പണം വാങ്ങിക്കുന്നത്. ആ നിർധനനായ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പണം ധനവാൻ്റെ കയ്യിലോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് ഉസൂർ ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ഇസ്ലാം. ഒരു ബ്ലേഡ് ബാങ്കും ഇസ്ലാമിൽ നടത്താൻ പറ്റിയില്ല. ഇത് നടത്താൻ പറ്റാതെ വന്നത് കാരണം ഇസ്ലാമിൽ ഉണ്ടായ വലിയ അത്ഭുതമാണ്. ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും ക്യാപിറ്റലിസം വേരുപിടിച്ചില്ല, മുതലാളിത്തം വേരുപിടിക്കാൻ ഇസ്ലാം സമ്മതിച്ചിട്ടില്ല. കാരണം പണക്കാരനാവുന്ന പാവപ്പെട്ടവനാവുന്ന ഒരു എക്കണോമിക്സ് ഇസ്ലാമിന് അനുവദനീയമല്ല. തന്നെയുമല്ല, പണക്കാരൻ അവൻ്റെ സമ്പത്തിൻ്റെ 2.5% പാവപ്പെട്ടവരിലേക്ക് ഒഴുക്കണം, സക്കാത്ത്. അപ്പോൾ ആ നിയമം ഉണ്ടാക്കിയപ്പോൾ പരിശുദ്ധ പ്രവാചകൻ കൃത്യമായ നിയമം ഉണ്ടാക്കി. ഒരു ദിവസത്തെ വരുമാനം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരാണ്ടിൽ ഏറ്റവും കുറച്ച് പൈസ ഉണ്ടായ ദിവസത്തെ വരുമാനം അവനും കൊടുത്തന്നെയായിരുന്നു കണക്ക് ശരിയാക്കാൻ. പ്രവാചകൻ അതൊക്കെ തല്ല, ഇൻകം ടാക്സ് കണക്കാക്കുന്ന പോലെ ഒരു കൊല്ലത്തെ ഇൻകം കണക്കാക്കുക, എന്നിട്ട് അതിൻ്റെ 2.5% പാവപ്പെട്ടവനിലേക്ക് കൊടുക്കണം. അപ്പോൾ പാവപ്പെട്ടവൻ്റെ പണം പണക്കാരന് പോയിക്കൊണ്ടുവന്ന സിസ്റ്റം മാറ്റി പണക്കാരൻ്റെ പണം പാവപ്പെട്ടവനിലേക്ക് പോകുന്ന സിസ്റ്റം പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കി. ഇത് അതിശ്രദ്ധേയമായ ഒരു നിയമ സംഹിതയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തം ഉണ്ടായില്ല. യൂറോപ്പും ഏഷ്യയും മുഴുവൻ ഫ്യൂഡലിസം ഉണ്ടായി. ഭൂ ഉടമ സമ്പ്രദായത്തിലൂടെ ഭൂ ഉടമസ്ഥനുണ്ടായി. കേരളത്തിൽ മങ്കൊമ്പ് പൊട്ടർക്ക് 2 ലക്ഷം പറ നിലമായിരുന്നു. 2 ലക്ഷം പറ നിലം. കായൽ രാജാവ് മുരിക്കന് 30,000 ഏക്കർ സ്ഥലം. ഇസ്ലാമിൽ ഇപ്പണി പറ്റിയല്ല. ഇസ്ലാമിൽ പാവപ്പെട്ടവൻ സമ്പ്രദായം ഇല്ല. അവനിലേക്ക് പണക്കാരൻ്റെ പണം സക്കാത്തിലൂടെ ഒഴുകും. ദാരിദ്ര്യം ഉണ്ടാവാൻ സമ്മതിക്കുകയില്ല. ദാരിദ്ര്യന് രാജ്യവും ധനവാനും സപ്പോർട്ട് കൊടുക്കും. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഫ്യൂഡലിസം ഉണ്ടായില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ ക്യാപിറ്റലിസം ഉണ്ടായില്ല. മുതലാളിത്ത വ്യവസ്ഥ ഉണ്ടായില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവന് കൊടുത്തത് കാരണം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഭൂവുടമ സമ്പ്രദായം ഉണ്ടായില്ല. ഇസ്ലാമിക രാജ്യങ്ങൾ സ്വന്തമായി സ്വത്തുള്ള, സ്വന്തമായി വീടുള്ള ഒരു ജനസമൂഹമായി ഇസ്ലാം മാറി. ഇത് വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതേറ്റവും ഭംഗിയായി നമ്മൾ മനസ്സിലാക്കുന്നൊരു സംഭവമാണ് സലാഡിൻ്റെ പ്രസിദ്ധമായ ജീവിതം. സലാഡിൻ ജെറുസലേം പിടിച്ചടക്കിയ രാജാവാണ്. സലാഡിൻ ജെറുസലേം പിടിച്ചടക്കാനായിട്ട് വന്ന കുരിശ് യുദ്ധങ്ങളിലൂടെ ജെറുസലേം പിടിച്ചെടുത്ത് അവിടെ താമസിക്കുന്ന ക്രിസ്ത്യാനികൾ താമസിക്കുമ്പോൾ അദ്ദേഹം ജെറുസലേമിൻ്റെ മതിലുകൾക്കെതിരെ ബോംബാർഡ് ചെയ്തു. 50 മീറ്റർ നീളത്തിൽ മതിലിടിഞ്ഞ് താഴെ വീണ് കഴിഞ്ഞപ്പോൾ സലാഡിൻ സൈന്യത്തോട് പുറകോട്ട് മാറാൻ പറഞ്ഞു. എന്നിട്ടൊരു സന്ദേശം കൊടുത്തയച്ചു. ക്രിസ്ത്യാനികളുടെ നേതാവ് പുറത്തു വരണം, സമാധാന സന്ധിക്കായി പുറത്തു വരണം. ക്രിസ്ത്യാനികൾ അമ്പരന്ന് പോയി. അവരുടെ നേതാവായി ലിയാണ്ടർ പുറത്തു വന്നു. സലാഡിൻ പറഞ്ഞു, ലിയാണ്ടറെ, ഞാൻ എൻ്റെ സൈന്യത്തെ പുറകോട്ട് മാറ്റിയിരിക്കുകയാണ്. സൈന്യം ഇനി അകത്ത് കയറിയാൽ അക്രമം ഉണ്ടാവും, സ്ത്രീകൾ കൊല്ലപ്പെടും, കുട്ടികൾ കൊല്ലപ്പെടും. ഇത് പരിശുദ്ധ പ്രവാചകൻ ഞങ്ങളോട് സമ്മതിച്ചിട്ടില്ല.